നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പറായ ഹൗറ കാമാഖ്യ വന്ദേ ഭാരത് സ്ലീപ്പറിന്റെ ഓരോ കോച്ചിന്റെ കാഴ്ചകളൊന്ന് കണ്ടാലോ. വന്ദേ ഭാരതിന്റെ ഫസ്റ്റ് ക്ലാസ് എ സിയിലേക്ക് ഞങ്ങൾ വന്ന് ഇവിടുത്തെ ഈ പുറത്തെ ഒരു കാഴ്ച കണ്ട അടിപൊളിയാണ്, നല്ല ലൈറ്റിംഗ് ആണ്. ഇതൊരു കൂപ്പയാണ്. ഈ കൂപ്പന്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ 2 ബെർത്തുകളാണ് ഉണ്ടാവുക. അതായത് 2 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു മുറി തന്നെ പറയാം. അപ്പർ ബെർത്ത് ഉണ്ട്, ലോവർ ബെർത്ത് ഉണ്ട്, ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, മിററും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. അപ്പർ ബെർത്തിലേക്ക് ചവിട്ടിക്കയറാനുള്ള ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഈ ഡോറിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇപ്പൊ പുറത്തേക്കുള്ള വിസിബിൾ ഒന്നും ഇല്ലല്ലോ, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അത് നോക്കി കഴിഞ്ഞാണ്ടല്ലോ ആൾക്കാരൊക്കെ പോകുന്നത് കാണാം. പിന്നെ ഡോർ ഇതാ ഇങ്ങനെയാണ് ലോക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളും പിന്നെ ഇവിടത്തേക്ക് വരില്ല. നിങ്ങൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. അത്രയും കംഫർട്ടബിൾ ഉള്ള ഒരു കോച്ച്. ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു കൂപ്പേ, നോക്കിയേ നിങ്ങൾ തന്നെ പറ, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അടുത്ത ഓരോ കോച്ചിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഈ ഫസ്റ്റ് എ സിയിലേക്കൂടെ ഇങ്ങനെ നടക്കാൻ തന്നെയാണ് നല്ല രസം. സെക്കൻഡ് എ സിയിലെ ഈ ഒരു ക്യാബിൻ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെയാണ് ഒരു മിററൊക്കെ ഉള്ളത്. പിന്നെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. അപ്പർ ബെർത്തിന്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ റീഡിങ് ലൈറ്റ്സും അതുപോലെ തന്നെ നമുക്ക് ചാർജൊക്കെ ചെയ്യാനുള്ള പോർട്ടുകളും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടെ തന്നെ മൊബൈൽ ഫോൺ വെക്കാനുള്ള ചെറിയൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കംഫർട്ടബിൾ ബെർത്തുകൾ തന്നെയാണ് ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ ഒരു സേഫ്റ്റി ഗാർഡൊക്കെ ഉണ്ട്. പിന്നെ താഴെ ഒരു ടേബിൾ ഉണ്ട്, ഇവിടെയും നമുക്ക് കാണാം റീഡിങ് ലൈറ്റും ചാർജ് ചെയ്യാനുള്ള ആ ഒരു ഭാഗമൊക്കെ. പിന്നെ ഈ ഒരു ബെർത്ത് നമുക്ക് താത്തിടാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. തേർഡ് എ സിന്റെ ബെർത്തുകളുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് കാണാനായി സാധിക്കുന്നത്. ഇവിടെ ഒരു മിറർ ഉണ്ട്, ലൈറ്റുകളുടെ സ്വിച്ചാണ് ഈ കാണുന്നത്. അപ്പർ ബെർത്തിലേക്ക് വരുമ്പം റീഡിങ് ലൈറ്റ്സും ചാർജിങ് പോയിന്റും കാണാം. ഇവിടെ ഫോൺ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സേഫ്റ്റി ഗാർഡ് കൊടുത്തിരിക്കുന്നത് കാണാം. ഇനി മിഡിൽ ബെർത്തിന്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ അവിടെയും ചാർജിങ് പോയിന്റും റീഡിങ് ലൈറ്റ്സും കാണാം. ഇവിടെ ലോവർ ബെർത്തിന്റെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. തേർഡ് എ സിയിലത്തെ പില്ലോയും ബ്ലാങ്കറ്റും ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇങ്ങനെയാണ് ഇതിലത്തെ ഇതൊക്കെ വരുന്നത്. മറ്റ് ട്രെയിനുകളെ അപേക്ഷിച്ച് വന്ദേ ഭാരത് സ്ലീപ്പറിൽ ടിക്കറ്റ് ചാർജ് കുറച്ച് കൂടുതലാണ്. തേർഡ് എ സിക്ക് ഹൗറയിൽ നിന്ന് കാമാഖ്യ വരെ ഒരാൾക്ക് വരുന്ന ചാർജ് 2435 രൂപയാണ്. ഈ സെക്കൻഡ് എ സിയിലാണെങ്കിൽ വരുന്നത് ഒരാൾക്ക് 3145 രൂപയും അതുപോലെ തന്നെ ഫസ്റ്റ് എ സിക്കാണെങ്കിൽ 3855 രൂപയും കൂടിയാണ്. ഈ ടിക്കറ്റ് ചാർജിന് ഒന്നിച്ച് തന്നെ നമുക്ക് ഫുഡും കൂടെ ഇൻക്ലൂഡഡ് ആണ്. കോച്ചിലേക്ക് കയറി വരുന്ന ഇവിടെ തന്നെയാണ് ഈ അറ്റൻഡേഴ്സിന് കടക്കാനുള്ള ബെർത്തും സെപ്പറേറ്റ് ആയിട്ട് റെയിൽവേ കൊടുത്തിരിക്കുന്നത്. അതെന്തായാലും നല്ലൊരു കാര്യമാണ്. തേർഡ് എ സി വഴി നടന്നു പോവാം. പുതിയ വന്ദേ ഭാരത് സ്ലീപ്പറിന്റെ ബാത്റൂമിനകത്ത് കാഴ്ച ഒന്ന് കണ്ടു നോക്കിയേ. ഇവിടെ ഇതാ കുളിക്കാനുള്ള ഒരു സെറ്റപ്പാണ്. ഇങ്ങോട്ട് ആക്കുവാണെങ്കിൽ ഇതാ ഇവിടെ ഷവറൊക്കെ കാണാം. അത്യാവശ്യത്തിന് നല്ല സൗകര്യം ഉണ്ട് ഇവിടെ.